ബിനോയ്, അതുപോലെ തന്നെ ഇന്ന് ഇടതുമുന്നണിയുടെ യോഗം ഈ മാസം 24-ന് ചേരുന്നുണ്ടല്ലോ. മന്ത്രിസഭ പുനഃസംഘടന തന്നെയാണ് യോഗത്തിലെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. പ്രധാനമായും ഇനി തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഇടതുമുന്നണി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക തന്നെയാണ് ഈ 24-ന് ചേരുന്ന ഇടതുമുന്നണി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ബി ഉൾപ്പെടെയുള്ള ചെറിയ പാർട്ടികൾ LDF-ൽ കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ കത്ത് എന്തായാലും അവഗണിക്കുക മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ 24-ന് ചേരുന്ന LDF യോഗം ഈ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പ്രഥമ പരിഗണന നൽകും എന്നുള്ളത് വ്യക്തമാണ്. കാരണം LDF കൺവീനറും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്. കാരണം LDF-ലെ തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കും, അതുതന്നെയാണ് LDF-ൻ്റെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേർ, അതായത് ഇപ്പോൾ 2.5 വർഷം പൂർത്തിയാകുന്ന ആന്റണി രാജുവും തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള അഹമ്മദ് ദേഗറോവിലും ഈ 2 മന്ത്രിമാരും തലസ്ഥാനങ്ങൾ രാജിവെക്കുകയും അവിടേക്ക് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും എത്തുകയും ചെയ്യും. അത്തരത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയാണ് നിലവിലെ സാഹചര്യത്തിൽ LDF-ലെ നേരത്തെയുള്ള ധാരണയനുസരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു തരത്തിലേക്ക് ഒരു പുനഃസംഘടനയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. മാത്രവുമല്ല, ഈ ഒരു മാസത്തിലധികം സമയം സംസ്ഥാനത്ത് വ്യാപകമായി മന്ത്രിസഭ നടത്തിയിരുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ ചർച്ച കൂടി ആ LDF യോഗത്തിലുണ്ടാവും. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഏത് നിമിഷവും ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് യോഗം കഴിയുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത രാഷ്ട്രീയ പാർട്ടികളും തള്ളിക്കളയുന്നില്ല. കാരണം അത്തരത്തിലാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലഭിച്ചിരിക്കുന്ന വിജയം. ആ വിജയം അതേപടി ആവർത്തിക്കണമെങ്കിൽ വളരെ വൈകാതെ തന്നെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു ചിന്ത BJPയിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയും ഘടകകക്ഷികളും എല്ലാം കൂടി ചേർന്ന് ആലോചിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതിനു മുമ്പ് തന്നെ LDF യോഗത്തിൽ ഇത്തരത്തിൽ ഇനി വരാൻ പോകുന്ന ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം, അല്ലെങ്കിൽ ആരെയൊക്കെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലൊരു പ്രഥമ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ചില മണ്ഡലങ്ങൾ CPM-ഉം CPI ഒക്കെ വെച്ച് കൈമാറാനുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെ ചർച്ചകൾ നടക്കും. എന്തായാലും ഈ 24-ന് ചേരുന്ന LDF യോഗം വളരെ ശ്രദ്ധേയമായി മാറും. ശ്രുതി, വ്യക്തമാണ്. ഇടതുമുന്നണി യോഗം ഈ മാസം 24-ന് ചേരും. എന്തായാലും നിർണായകമാണ് ഈ യോഗം. മന്ത്രിസഭാ പുനഃസംഘടന തന്നെയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. നവകേരള സദസ്സിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന നടത്താൻ നേരത്തെ ഇടതുമുന്നണിയിൽ ധാരണയായിരുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും D. ബിനോയ് നൽകിയത്.